കണ്ണൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാണ്. കണ്ണൂർ, അഴീക്കോട്, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ ലഭിക്കുന്ന ലീഡുകൾ തെരഞ്ഞെടുപ്പിൽ ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാകും. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ. LDFന്റെയും UDFന്റെയും കരുത്തർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ NDA സി രഘുനാഥനെ കളത്തിലിറക്കിയതോടെയാണ് തെരഞ്ഞെടുപ്പിന് പ്രവചനാതീതമായ മുഖം നൽകിയത്. കണ്ണൂർ, അഴീക്കോട്, തളിപ്പറമ്പ് മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിധി നിർണ്ണയിക്കുക. കണ്ണൂരും അഴീക്കോടും UDFന് നിർണായകമാകുമ്പോൾ തളിപ്പറമ്പ് LDFനാണ് നിർണായകം. കഴിഞ്ഞ തവണ K സുധാകരന്റെ വിജയത്തിൽ ഈ 3 മണ്ഡലങ്ങളും വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ K സുധാകരന്റെ ലീഡ് 23,423 വോട്ടാണ്. പക്ഷേ 2 വർഷത്തിനിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF 1,745 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. അഴീക്കോട് K സുധാകരന് 21,857 വോട്ടിന്റെ ലീഡ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 6,141 വോട്ടിന് വിജയിച്ച് ഏവരെയും അത്ഭുതപ്പെടുത്തി. കഴിഞ്ഞ തവണ 725 വോട്ടിന്റെ ലീഡ് സുധാകരന് തളിപ്പറമ്പിൽ ലഭിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 22,689 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി തിരിച്ചു വന്നു. കണ്ണൂരും അഴീക്കോടും കൂടി കഴിഞ്ഞ തവണ UDF നേടിയ 45,360 വോട്ടിന്റെ ലീഡാണ് LDFന്റെ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കിയത്. ഒപ്പം തളിപ്പറമ്പിൽ LDF പ്രതീക്ഷിച്ച ലീഡ് നഷ്ടപ്പെടുകയും UDFന് ലീഡ് ലഭിക്കുകയും ചെയ്തു. കണ്ണൂരും തളിപ്പറമ്പും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് LDF ഇത്തവണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. 2 മണ്ഡലങ്ങളിലും 10,000-ന് താഴെയായി UDFന്റെ ലീഡ് കുറയ്ക്കാനായാൽ LDFന് കാര്യങ്ങൾ എളുപ്പമാകും. UDFന്റെ പ്രധാന ശ്രദ്ധ മട്ടന്നൂർ, ധർമ്മടം മണ്ഡലങ്ങളിൽ LDFന്റെ മൃഗീയ ഭൂരിപക്ഷം പകുതിയെങ്കിലുമാക്കി കുറയ്ക്കുക എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 മണ്ഡലങ്ങളിലുമായി LDFന്റെ ലീഡ് 1,10,000-ലും അധികമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.